ഇതിലൊക്കെയാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള നൈറ്റ് തോട്ട്സ് അബൌട്ട് യുവർ പേഴ്സൺ കൗണ്ടർ പാർട്ട്. അത് ആരും ആവാം, DM or DFO ഇങ്ങനെ അയച്ചാൽ. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് 3 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് കറന്റ് ഫീലിങ്സ്, നമ്മുടെ പാർട്ട്ണർ ഫീലിങ്സിന്റെ അറിയുന്ന കാർഡ്സ് ആണ്. അതിൽ നിന്നാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് മെസ്സേജ്, ഇമെയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് വരുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ത്രോട്ട് ചക്ര അപ്ഗ്രേഡ് നടക്കുന്നുണ്ട് യൂണിവേഴ്സ് D1 മാസ്കുലിൻസിൽ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഇനി എന്തെങ്കിലും നിങ്ങളോട് പറയാത്തതുണ്ടെങ്കിൽ അത് കൂടുതൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നത്തിങ് ടു വറി അബൌട്ട് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിൽ ബിക്കോസ് ഹീ അല്ലെങ്കിൽ ഷീ എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എന്ന് കാർഡ്സിൽ കറക്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട, ഓക്കെ എന്ന് പറയുന്നത്. ചിലവർക്കൊക്കെ കിഡ്സ് ഇൻവോൾവ് ആയിരിക്കും, കാരണം മാരീഡ് ആയിട്ട് പോയിട്ട് കുട്ടികൾ ഇൻവോൾവ് ആയി കാണിക്കുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും അവർക്ക് ഇതിലേക്ക് വരാനൊരു സ്ലോ മൂവ്മെന്റ് വരുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടിയ കാർഡ്സ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് കിട്ടിയ കാർഡ് നമ്മൾ ടാരോ ഡെക്കില് ബേസിക് ടാരോ ഡെക്കിൽ റേഡോ വേ ടാരോ ഡെക്കാണ് എടുത്തേക്കുന്നത്. പിന്നെ അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സന്യാസി അല്ലെങ്കിൽ മുനി. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു കയ്യിൽ ലാമ്പ് ഉണ്ട്, എന്നിട്ട് അതിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ആളുടെ സെൽഫിലേക്ക്, ആളുടെ വെർത്ത്, ഇത്ര ആൾക്ക് ആളുടെ സെൽഫ് വെർത്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആളുടെ സെൽഫ് വെർത്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആളെ കണ്ടുപിടിക്കുകയാണ്. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഒരിക്കലും ആൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ആ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ആൾക്ക് മനസ്സിലായി എന്തോ ഒരു സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ എന്തോ ഒരു തരം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് മനസ്സിലായി. കാരണം 2 ഓഫ് കപ്സിന്റെ കാർഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഒരു ഡബിൾ എനർജിയിൽ ഇവർക്ക് എന്തോ ഒരു ബ്ലാക്ക് മാജിക്കോ ഒന്നല്ലെങ്കിൽ ആ പേഴ്സന്റെ ആ പാർട്ട്ണർ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ, അല്ലെങ്കിൽ ഇവരുടെ DM-ന്റെ ഫാമിലിയോ, അല്ലെങ്കിൽ ആരൊക്കെയോ ഈ കണക്ഷന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെവിൽ എനർജി സെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഡെവിലിൽ കാണിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനെയും ഡെവിലിൽ കണക്ട് ചെയ്യിപ്പിക്കുക. അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ ഒരു ഒക്കുൾട്ട് എനർജി വെച്ചിട്ട് അത് കണക്ട് ചെയ്യിപ്പിക്കുന്നത് കാണിക്കുന്നത്. സോ അങ്ങനത്തെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരതിലേക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷനിലേക്കൊക്കെ പോയി വഴുതി വീണിട്ട് പോയതായിരിക്കാം. തേർഡ് പാർട്ടി ചിലപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടി കാർഡിന് താഴെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്ന കാർഡും 10 ഓഫ് വാൻസ് ആണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് അത്ര ഹാപ്പി അല്ല അവരിപ്പോൾ, കാരണം ഭയങ്കര രീതിയിൽ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ കൂടുതലും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ടാണ്. കാരണം 2 ഓഫ് കപ്സ് കണ്ടു, സക്സസ്, വിക്ടറി, സക്സസ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു തുടക്കം കൊണ്ടുവരണമെന്നും ഇതെങ്ങനെയൊക്കെ സക്സസ്സിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവർ ഭയങ്കര ബർഡൻ ആണ്. അവർക്ക് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ നല്ല രീതിയിൽ അവർക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റാണ് ഈ 10 ഓഫ് വാൻസ് കാണിക്കുന്നത്. അത്രയും ബർഡൻ, കാരണം അവർക്ക് അത്രയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചിലപ്പോൾ ഡെപ്റ്റ്സ് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഫിനാൻഷ്യലി കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ നഷ്ടങ്ങൾ വരിക, ചിലപ്പോൾ ഉള്ള പൈസ തന്നെ അങ്ങനെ നഷ്ടപ്പെട്ട് അതിൽ വേദനിക്കുക. അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ ചെയ്തതിൻ്റെ കർമ്മയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോട്സ്, അവരെ എനർജി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ഫിയേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പെട്ടെന്ന് ഓടി വരണം, അങ്ങനെ ചിന്തിക്കില്ലേ. ഇപ്പോൾ കുറേ അകലെയാണെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ കാണണം, അങ്ങനെ ഇപ്പം ഒന്ന് വിളിക്കുക, അങ്ങനത്തെ ഒരു പെട്ടെന്നൊരു ഇങ്ങനെ പെട്ടെന്ന് അധികം ചിന്തിക്കാതെ പെട്ടെന്ന് കോൾ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മിസ് കോളോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരെ നല്ല ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ്സ് ഉടനീളം ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഹെർമിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന കാർഡ്സ് കമ്മ്യൂണിക്കേഷൻ്റെ ആണ്, നിങ്ങളിലേക്ക് വരുന്നതാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, അവരിപ്പോൾ കിങ് ഓഫ് കപ്സ് എനർജിയിലാണ്. ദാറ്റ് മീൻസ് 2 കപ്സ് ഇതിൽ വന്നിട്ടുണ്ട്. യെസ്, ഇമോഷൻസ്, അവർക്കിപ്പോൾ ഇതിൻ്റെ ഇമോഷൻസും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചെയ്തതിൻ്റെ തെറ്റ്, ഗിൽറ്റ്, അതൊക്കെ അവർക്ക് ഭയങ്കര വേദനയാണ്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ അവർക്ക് ഭയങ്കര വേദന ഉണ്ട്, ഭയങ്കര ബർഡൻ ഉണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ല, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സ് സ്പിരിച്വൽ കാര്യങ്ങൾ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരത് മെല്ലെ മെല്ലെ ആ ഒരു റോപ്പിൽ പിടിച്ച് കയറുന്ന പോലെ അവരത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹാർഡ് വർക്കിംഗ് ആണ്. കറക്റ്റാണ്, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കൊരു മൂവ്മെന്റ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റക്ക് എനർജി നിൽക്കുകയാണെങ്കിൽ മൂവ്മെന്റ് നന്നായിട്ട് വരുന്നുണ്ട്. റീകൺസിലേഷൻ എന്നൊരു കാർഡും കാണിക്കുന്നുണ്ട്. റീകൺസിലേഷൻ പോസിബിൾ ആണ്.
അപ്പോൾ അവരുടെ ത്രോട്ട് ചക്ര നല്ല രീതിയിൽ എന്താണ് അപ്ഗ്രേഡ് നടക്കുന്നുണ്ട്. അപ്പം അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നിങ്ങളത് കേൾക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയത്, സെപ്പറേഷനിൽ പെട്ടെന്ന് സെപ്പറേഷനായി പോയി, എന്തുകൊണ്ടാണെന്നുള്ള റീസൺ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളോട് റിവീൽ ചെയ്യും, അവരവരുടെ തെറ്റ് സമ്മതിക്കും. അതാണ് ഈ കാർഡ്സിലും കാണിക്കുന്നത്. അവർക്ക് എന്തോ ഒരു എനർജി അവരെ പോലും അറിയാതെ അവരെ എന്തോ കൊണ്ട് ബന്ധിപ്പിച്ചു പോയതാണ് തേർഡ് പാർട്ടിയുമായിട്ട്. പക്ഷെ തേർഡ് പാർട്ടിയുമായിട്ട് അവർക്കൊരു ഹാപ്പിനെസ്സും ഇല്ല. ഡബിളാണ് വന്നിരിക്കുന്നത്. താഴെ 10 ഓഫ് എന്താ പറയുക വാൺസ് ആണ്. അത്രയും ലോ എനർജി, ലോസ് ഉണ്ടെങ്കിൽ പോലും സൊസൈറ്റീനെ പേടിച്ചിട്ട് അവരിങ്ങനെ, അല്ലെങ്കിൽ സൊസൈറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഫോട്ടോ ഇടുന്നുണ്ടായിരിക്കും, അങ്ങനെ പല പല കാട്ടിക്കൂട്ടലും ഉണ്ടായിരിക്കും. പക്ഷെ ശരിക്കും അവർ നോട്ട് ഹാപ്പി അല്ല. അതാണ് ഇതിൽ കാണിക്കുന്നത്. സോ അവർ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ഇതിലോ സക്സസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സമയത്ത് അവർക്ക് ഓടി വരാൻ തോന്നും. കാരണം ഇത്രയും എനർജി ഡൗൺ ആകുമ്പോൾ നിങ്ങളായിരുന്നു അവരുടെ കെയർ ടേക്കർ, അല്ലെങ്കിൽ നർച്ചർ ചെയ്തത്, അതൊന്നും അവർക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് അവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത്. യെസ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗദർ എന്നൊരു കാർഡ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കാരണം കുറച്ച് അധികം റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ആ റിസ്ക് പെട്ടെന്ന് എടുക്കാൻ ഒരു പേടി പോലെ. യെസ്, ന്യൂ ലവ്, ഈ ഒരു റിലേഷൻഷിപ്പ് പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. യെസ്, അവർക്കറിയാം നിങ്ങളാണ് അവരുടെ അതർ പേഴ്സൺ എന്ന്. ഹിഡൻ ഫീലിങ്സ് എന്ന് വെച്ചാൽ അവർ പുറത്ത് കാണുന്ന പോലെയല്ല, അവർ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. അവർ പുറത്തൊന്നും കാണിക്കുന്നില്ല, അവർ മാസ്ക് ഇട്ട പോലെയാണ്. പക്ഷെ ഇനി നിങ്ങൾക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. കാരണം ഫസ്റ്റ് കാർഡാണ് സൂൺ, മെസ്സേജ് സൂൺ, ഒരു കമ്മ്യൂണിക്കേഷൻ സൂൺ എന്ന് കാണിക്കുന്നത്. ഓക്കെ, മെയിലായിട്ടോ മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ അവരിപ്പോൾ എവേക്കണിങ്ങിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവരുടെ ഒരു പാതിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് അവർ കപ്പ് ഷെയർ ചെയ്യാൻ വില്ലിങ് ആണ്. ഓക്കെ, അപ്പോൾ അവർ വേഗം തന്നെ തേർഡ് പാർട്ടിയിൽ നിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു പോയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളായിട്ടൊരു പുതിയൊരു ബിഗിനിങ് തുടങ്ങണം. അതുപോലെ കിഡ്സും അങ്ങനെ ഹാപ്പി ഫാമിലി ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അവരിപ്പോൾ ഒരു ടൈം ഫോർ ആക്ഷൻ, അവർക്ക് മനസ്സിലായിട്ട് ഇനി ആക്ഷൻ എടുക്കാൻ സമയം, അല്ലെങ്കിൽ നിങ്ങളെയും എനിക്ക് നഷ്ടപ്പെടും. മെറ്റമോർഫോസിസ് എന്ന് വെച്ചാൽ അവർ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് കാർഡ്സിനെ എടുത്ത് നോക്കുന്ന കേട്ടോ, എൻ്റെ ഒരു ഇൻഡ്യൂഷനുള്ള എവേക്കണിങ് ഞാൻ പറഞ്ഞില്ല, അവർ എവേക്കണിങ് കടന്നു പോവുകയാണ്. അതാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത്. അവർ നല്ല രീതിയിൽ എവേക്കണിങ്ങിൽ കൂടെ കടന്നു പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് കറന്റ് ഫീലിങ്സ് ആയിട്ടും ഇത് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയും വന്നു. അവർ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുമോ എന്നെക്കുറിച്ച് മറന്നോ? ഇല്ല, അവർ ആരുടെ കൂടെയാണെങ്കിൽ പോലും കൂടുതൽ നേരം അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, സോ താങ്ക് യു. അതുമാത്രമല്ല 12 പോർട്ടൽ വരുന്നുണ്ടെന്ന് അറിയാം ഈ മന്ത്. സോ നിങ്ങൾക്ക് എന്തൊക്കെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൻ്റെ ഉള്ളത്, യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കാം.